മുഖ്യമന്ത്രി കള്ളം പറയുന്നു അല്ലെങ്കിൽ നുണ പറയുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, നിരന്തരം അസത്യപ്രചാരകനായി മാറുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. ആൾക്കാരെ പൊട്ടം കളിപ്പിക്കുകയാണ്. എന്നോട് വേണ്ടതിന്റെ കളിയൊന്നും അല്ല, അദ്ദേഹം പൊട്ടനാകുകയല്ല ചെയ്യുന്നത്, പൊട്ടം കളിക്കുകയല്ല ചെയ്യുന്നത്, നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോടി ഒഴിക്കും. 2026 മെയ് 1 ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്ര മുതലാണ് തുടങ്ങുന്നത്. ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ എവിടെയാണ് പോയത്, ആരെയാണ് കണ്ടത് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചേടാ, എവിടെ പോയി എന്തിനു പോയി എന്നൊക്കെ താങ്കളോട് പറയുന്നത് എന്തിനാണ്? പക്ഷെ പോയത് എവിടെയാണ്, കണ്ടത് പറഞ്ഞിരുന്നല്ലോ എന്നുള്ളത് ഇനി ആർക്കാണ്? അല്ല, കണ്ടയാള് ആര്യാടൻ മുഹമ്മദിന്റെ ഒരു ബന്ധുവാണ് എന്ന് കാര്യം പറഞ്ഞിരുന്നല്ലോ ഒന്ന്. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി, ഞാൻ അറിഞ്ഞില്ല. ഇവൻ നമ്മൾ നാളെടുത്തോണേട്ടാ. അല്ല, അതൊന്നും അല്ലല്ലോ. അതല്ല, അദ്ദേഹം പോയതും കണ്ടതും ആരെയാണെന്നുള്ളത് ഫോട്ടോസ് ഉൾപ്പെടെ, ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ വിശദമായിട്ട് നിലവിൽ ഇപ്പോ പബ്ലിക് ഡൊമൈനിൽ ഉണ്ട് മഞ്ജുഷേ. താൻ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? തൊട്ട് പിന്നാലെ വരുന്നത് അധികാരമേറ്റതിനു ശേഷമുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പ്രശ്നം. അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? എനിക്കറിയില്ല. ബക്കാടി കമ്പനിക്ക് വേണ്ടിയിട്ടായിരുന്നു ആ വിവാദം എന്നുള്ളത് വ്യക്തമായി. വല്ലതും പറഞ്ഞു. അത് കഴിഞ്ഞ് എത്രയോ പ്രശ്നങ്ങൾ. 10,000 കോടി രൂപയ്ക്ക് കപ്പൽ നിർമ്മിക്കാൻ പോകുന്നു ഇതാ കേരളം. അപ്പൊ ടാറ്റാസ് പറയുകയാണ് ഞങ്ങളിത് അറിഞ്ഞിട്ടേ ഇല്ല, ഞങ്ങൾ അങ്ങോട്ടോ കേരള സർക്കാർ ഇങ്ങോട്ടോ ഇത്ര ഒരു കാര്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോ ആരാണ് വിഡ്ഢിയാവുന്നത്? എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ഞാൻ പറയുന്നത് കേരളത്തിലെ CPM പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് സഹിതം എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പോയി ആർക്കും എന്നെ തടുക്കാനാവില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് സംഘം എറണാകുളത്ത് എത്തി അവരെ കണ്ടു. അവരെ കണ്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? കണ്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് അത് നമ്മുടെ ഇന്ന് പിടിവിട്ടു പോയാലോ? ഇതാണ് ആശങ്ക അദ്ദേഹം പങ്കുവെക്കുന്നത്. അത്തരം ചർച്ചകൾ നടക്കുമ്പോഴേക്ക് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാകും. ഇവിടെയോ അതൊന്നുമില്ല. ഡിന്നർ ടേബിളിലാണ് ചർച്ച. ഇത് മാത്രമേ നമുക്കറിയൂ. നീ ആര്? കേന്ദ്ര ധനമന്ത്രിയോ? അപ്പൊ ഡിന്നർ ടേബിളിൽ ആരൊക്കെയാണ് സാർ? അതൊന്നും പറയേണ്ട കാര്യമില്ലെന്ന്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെയാണ്? അതും പറയേണ്ട കാര്യമില്ല. ഏത് നായന്റെ മോനാണ് അറിയേണ്ടത്? അപ്പൊ വാസ്തവത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദാനി പറഞ്ഞിട്ട് ആരെങ്കിലും കാണാൻ അദ്ദേഹം പോയിട്ടുണ്ടാവാം എറണാകുളത്ത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? അല്ലെന്നുണ്ടെങ്കിൽ അത്ര ഒരു കൂടിക്കാഴ്ചയോ ഉണ്ടായിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വൈകാരിക പ്രശ്നമുള്ള ഭാര്യ പിതാവ് ഹോസ്പിറ്റലൈസ്ഡായി എന്ന് പറയുന്നത് കാണാൻ പോയി. ചേടാ, എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര് എന്തൊക്കെ അറിയേണ്ടത്? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അദ്ദേഹം കാണാൻ പോയി നമുക്കൊരു പ്രശ്നമുണ്ടോ? അദ്ദേഹം അങ്ങനെ 31-ാം തീയതി ഇങ്ങനെ ഭാര്യാപിതാവിനെ കാണാനായിട്ടാണ് ഞാൻ പോയത് എന്ന് തുറന്നു പറഞ്ഞാൽ ആരെങ്കിലും അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടാൻ വരുമോ? ഇവനാരാണ്? നീ ആരാണ്? ഇവനാരാവനെ കുറിച്ച് പറയാനായിട്ട്? ഇപ്പോൾ ഈ പ്രളയ സമയത്തും ഇപ്പോൾ ഇത്രയും ദിവസം ഓരോ ആരോപണങ്ങൾ ഓരോ ദിവസം പറയും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എത്രയോ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറഞ്ഞു. അതൊന്നും നമ്മൾ കാണുന്നില്ല. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഞാൻ പറയുന്ന ഒരാളെ വിമർശിക്കുമ്പോൾ അതിന് ഫാക്ച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വെച്ചിട്ട് വിമർശിക്കണം. അദ്ദേഹം നേരത്തെ പറഞ്ഞ വാക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിമർശിക്കണം, അത് ചൂണ്ടിക്കാണിക്കണം, അത് തിരുത്തപ്പെടേണ്ടതുമാണ്, തിരുത്തിക്കുകയും ചെയ്യണം. അത് വലിയൊരു പോയിന്റ് അല്ലടോ. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിനെ, അദ്ദേഹം യാത്ര ചെയ്യുന്നതിനൊക്കെ വിമർശിക്കുമ്പോൾ അതൊരു വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കും. അത് ഏതൊരു മനുഷ്യനായാലും. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തടയുന്നിടം വരെയും നമ്മളത് തടഞ്ഞിരിക്കും. വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 10 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമായിട്ട് ഉയർത്തും. അല്ലെങ്കിൽ വീട് വൃത്തിയാക്കാൻ വേണ്ടി 10,000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടകൾക്ക് നാശനഷ്ടം വന്നവർക്ക് 10,000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ആദ്യം കേൾക്കുന്ന വിശ്വസിക്കാനും അതിന്റെ പുറകെ പോകാനും ഇഷ്ടം. സത്യം എന്താണെന്ന് ആർക്കും അറിയണ്ട. ഓക്കെ ഗായ്സ്, അപ്പോൾ പറയാൻ മറക്കണ്ട, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.